ഓം നമ ശിവായ. 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 പ്രിയരെ, ആസ്ട്രോന്യൂമറോളജി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 ശനി വക്രഗതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏതൊക്കെ രാശിയിൽ ജനിച്ചിരിക്കുന്നവർക്കാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതെന്നുള്ള വിഷയവും, ശനി 2024 ഏത് കാലയളവിലാണ് വക്രഗതിയിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ചിട്ടുമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. 2024 ജൂൺ 30 മുതൽ നവംബർ 15 വരെയാണ് ശനി വക്രഗതിയിലേക്ക് പ്രവേശിക്കുന്നത്. പ്രിയരെ, ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ആളെന്ന പോയിന്റിൽ ഒന്ന് തൊട്ടേക്കുക. ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് വേഗം എത്താൻ അവ നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ അറിവുകൾ ഷെയർ ചെയ്യാൻ നിങ്ങൾ തരുന്ന സപ്പോർട്ടായിരിക്കും എനിക്ക് പ്രചോദനമാകുന്നത്. പ്രിയരെ, ജ്യോതിഷപ്രകാരം ശനി ഇപ്പോൾ കുംഭൻ രാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജൂൺ 30 മുതൽ ശനി പ്രതിലോമ ചലനം ആരംഭിക്കും. അതായത് വക്രഗതിയിൽ ചലിച്ചു തുടങ്ങും. കുംഭൻ രാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്ക് നീങ്ങുന്നു. ഈ കാലയളവ് നവംബർ 15 വരെയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഈ സമയത്ത് ചില നക്ഷത്രങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്ക് ദോഷകരമായ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതായിരിക്കും. വ്യക്തിപരമായതും കുടുംബ ബന്ധങ്ങളിലും തൊഴിൽപരമായും വിദ്യാതലത്തിലും ദാമ്പത്യപരമായും തുടങ്ങി അനേകം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ്. അവ ഏതൊക്കെ നക്ഷത്രങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കാണെന്നും അവയുടെ ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്നും ആണ് തുടർന്ന് പ്രതിപാദിക്കുന്നത്. പ്രിയരെ, അതിൽ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് മീനൻ രാശിയാണ്. മീനൻ രാശിയിൽ വരുന്ന പൂരിട്ടാതി 4-ാം പാദത്തിൽ ജനിച്ചിരിക്കുന്നവരും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവരും രേവതി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവരും ഇവർ സുഹൃത്തുക്കളുമായി രഹസ്യ ഇടപാടുകൾ നടത്തുന്നത് കാരണം ഒരുപാട് പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ചെന്നുപെടാൻ സാധ്യതയുണ്ട്. ആയതിനാൽ രഹസ്യപരമായ ഇടപാടുകളിൽ യാതൊരു കാരണവശാലും ഇക്കൂട്ടർ നിൽക്കരുത്. അതുപോലെ തന്നെ പിതാവുമായോ പിതൃതുല്യരായവരുമായിട്ട് കലഹത്തിന് നിൽക്കരുത്. ദാമ്പത്യ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലായതിനാൽ സംസാരം നിയന്ത്രിക്കുകയും വഴക്കുകളിൽ നിന്ന് ഒഴിവായി നിൽക്കുകയും വേണം. വ്യക്തിപരമായി പലവിധ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളിലും ആത്മസംയമനവും ക്ഷമയും വെച്ച് പുലർത്തേണ്ടതാണ്. തൊഴിൽ മേഖലയിൽ ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത യാത്രകളും അനവസരത്തിലുള്ള യാത്രകളും പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ കൂടിയും രാത്രിയിലുമുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുക. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ധനം വളരെ സൂക്ഷിച്ച് ചെലവാക്കേണ്ടതാണ്. സാമ്പത്തിക ബാധ്യത ഉണ്ടാവാൻ വളരെയേറെ സാധ്യതയുണ്ട്. ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനും ഇഷ്ടദേവതകളെ പ്രീതിപ്പെടുത്താനും
ദേവാലയ ദർശനങ്ങൾ നടത്തുവാനും നിർദ്ദേശിക്കുന്നു. പൊതുവെ പറഞ്ഞാൽ ഈ കാലയളവ്, അതായത് ജൂൺ 30 മുതൽ നവംബർ 15 വരെ ഇക്കൂട്ടർ വളരെയധികം ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകുവാൻ. തീരെ രണ്ടാമത്തെ രാശി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശനിയുടെ വക്രഗതി കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുന്ന അടുത്ത രാശി എന്ന് പറയുന്നത് ചിങ്ങൻ രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം 4-ാം പാദത്തിൽ ജനിച്ചിരിക്കുന്ന എന്നീ ആൾക്കാർക്കാണ്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചിരിക്കുന്നവർ ശ്രദ്ധക്കുറവിനാൽ അല്ലെങ്കിൽ അശ്രദ്ധയാൽ ധാരാളം നഷ്ടങ്ങളും പരാജയങ്ങളും സാമ്പത്തികപരമായ നഷ്ടങ്ങളുമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കൊടുത്ത ധനം തിരികെ ലഭിക്കാൻ പ്രയാസം അനുഭവപ്പെടും. അതുപോലെ തന്നെ സ്വന്തം രഹസ്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത് ഒഴിവാക്കുക. സമൂഹത്തിൽ വളരെയധികം അപമാനിതരാവാൻ സാധ്യതയുള്ള സംഗതിയാണത്. ആയതിനാൽ ഒരു രഹസ്യവും വേറൊരാൾ അറിയാൻ ഇടവരരുത്. കുടുംബപരമായും ആരോഗ്യപരമായും വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അധ്വാനഭാരം വർദ്ധിക്കുന്നതാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവത്തിൽ വരുന്നതാണ്. സർക്കാർ ജോലിയിലിരിക്കുന്നവർക്ക് പ്രമോഷനോ ഇൻക്രിമെൻറ്റോ ഒക്കെ ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടുന്നതാണ്. സാമ്പത്തികപരമായി വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമായതിനാൽ ധനം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്നതാണ്. ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടുന്നതാണ്. ഈശ്വരാധീനം വളരെയധികം വർദ്ധിപ്പിക്കണം. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടുന്നതാണ്. മാനസികാരോഗ്യം വർദ്ധിപ്പിക്കേണ്ടുന്നത് അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഭാവി വരുന്നുണ്ട്. ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും താൽക്കാലികമായിരിക്കും. വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ വരും കാലങ്ങളിൽ വളരെയേറെ വിജയപ്രദമായ ഒരു ജീവിതം തിരികെ ലഭിക്കാൻ സാധ്യതയുള്ള കൂട്ടരാണ് ചിങ്ങൻ രാശിക്കാർ. പ്രിയരെ, അടുത്ത രാശി എന്ന് പറയുന്നത് കുംഭൻ രാശിയാണ്. കുംഭൻ രാശിയിൽ വരുന്ന അവിട്ടം 1, 2 പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവരും ചതയം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവരും പൂരുരുട്ടാതി 1, 2, 3 എന്നീ പാദങ്ങളിൽ ജനിച്ചിരിക്കുന്ന നക്ഷത്രത്തിൽ ഉള്ളവരും തൊഴിൽ മേഖലയിൽ വളരെയധികം നിയമപ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരും. ഏതെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങളൊക്കെ തൊഴിൽ മേഖലയുമായി സംബന്ധിച്ച് നടക്കുന്നുണ്ടെങ്കിൽ തൽക്കാലം അതൊക്കെ ഒന്ന് നീട്ടിവയ്ക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കഴിവിൻ്റെ പരമാവധി തൊഴിൽ മേഖലയിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ നിങ്ങളായി മുതിരരുത്. ശത്രുക്കളുടെ ഉപദ്രവം വളരെയധികം വർദ്ധിക്കുന്നതാണ്. അതുപോലെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തണം. ഏതെങ്കിലുമൊക്കെ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ആരംഭത്തിൽ തന്നെ ഉത്തമ ചികിത്സ തേടേണ്ടതാണ്. ബിസിനസ്സുകാർ, പ്രത്യേകിച്ച് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ, സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം കരുതൽ പുലർത്തേണ്ടുന്നത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിലുണ്ടാകുന്ന ഉലച്ചിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ മനോദുഃഖത്തിന് വഴിവെക്കുന്നതാണ്. ദാമ്പത്യപരമായും സഹോദരങ്ങളുമായും മാതാപിതാക്കളുമായി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഈ കാലയളവ് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്നതാണ്. ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച്
ദൈവാധീനം വർദ്ധിപ്പിക്കുകയും ദേവാലയ ദർശനങ്ങൾ നടത്തുകയും ചെയ്യേണ്ടുന്നത് അത്യാവശ്യമാണ്. ഈ ചാനലിൻ്റെ അവസാനം പൊതുവിൽ ശനിദോഷത്തിന് പരിഹാരമായ സംഗതികൾ പറയുന്നതായിരിക്കും. എങ്കിലും അതാത് രാശിക്കാർ അല്ലെങ്കിൽ അതാത് നക്ഷത്രക്കാർ അവരവരുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ശനിദോഷ പരിഹാരങ്ങളും അനുഷ്ഠിക്കേണ്ടുന്നത് അത്യാവശ്യമാണ്. പ്രിയമുള്ളവരെ, ശനിയുടെ വക്രഗതി കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന അടുത്ത രാശി മിഥുനൻ രാശിയാണ്. ഈ രാശിയിൽ വരുന്ന മകയിരം 1, 2 പാദങ്ങൾ, തിരുവാതിര നക്ഷത്രം, പുണർദം 1, 2, 3 എന്നീ പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർ ഇക്കൂട്ടർക്ക് തൊഴിൽ മേഖലയിൽ ശക്തമായ എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നതാണ്. അതുപോലെ തന്നെ അവസരങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥയും ബിസിനസ്സുകാർക്ക് നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത, അതുപോലെ തന്നെ ബിസിനസ്സുകാർക്ക് വളരെയധികം അധ്വാനം അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ, ധനപരമായ നഷ്ടങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥയും പരസ്പരം സംശയങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും ധാരാളമായിട്ടുണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഇക്കൂട്ടർക്ക് പൊതുജനങ്ങളുടെ ആദരവും ബഹുമാനവും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നു ചേരും. ആയതിനാൽ പൊതുജനങ്ങളുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ സംസാരവും പ്രവൃത്തികളും വളരെയധികം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. വ്യക്തിപരമായി സങ്കടങ്ങൾ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പൊതുവെ പറഞ്ഞാൽ വളരെയധികം പരീക്ഷണങ്ങളെ നേരിടേണ്ട ഒരു കാലഘട്ടമാണ് ജൂൺ 30 മുതൽ നവംബർ 15 വരെ. 2024 ശനി ഈ കാലയളവിൽ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ദൈവാധീനം വർദ്ധിപ്പിക്കേണ്ടുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടുന്നതും അത്യാവശ്യമാണ്. ഇഷ്ടദേവതയെ പ്രീതിപ്പെടുത്താനും ദേവാലയ ദർശനങ്ങൾ നടത്താനും വളരെയധികം ശ്രദ്ധിക്കണം. തുടർന്ന് വരുന്ന സമയങ്ങളിൽ, അതായത് നവംബർ 15 വരെ ഉള്ള കാലയളവ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങളുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശനിദോഷ പരിഹാരത്തിന് പൊതുവിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഈ വീഡിയോയുടെ അവസാനം പ്രതിപാദിക്കുന്നതായിരിക്കും. ആയതിനാൽ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. പ്രിയരെ, ശനിയുടെ വക്രഗതി കാരണം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന അടുത്ത രാശി എന്ന് പറഞ്ഞാൽ വൃശ്ചികൻ രാശിയാണ്. ഈ രാശിയിൽ വരുന്ന വിശാഖം 4-ാം പാദത്തിൽ ജനിച്ചിരിക്കുന്നവർ, അനിഴ നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർ, അതുപോലെ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർ ഇക്കൂട്ടർ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്നത് അത്യാവശ്യമാണ്. ഈ കാലയളവ് ഇവർക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ തൊഴിൽ രംഗത്ത് വലുതായ സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു തൊഴിൽ മാറ്റത്തിന് ആഗ്രഹിക്കുന്നവർ ഈ സമയം ഒഴിവാക്കുന്നതായിരിക്കും ഇക്കൂട്ടർക്ക് ഉത്തമം. ധനം കടം മേടിച്ച് നിക്ഷേപങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിച്ച് വേണം. ധനനഷ്ടത്തിന് സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ധനം സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള സാധ്യത ഈ കാലയളവിൽ കൂടുതലാണ്.
കുടുംബപരമായ കലഹങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സുഹൃത്തുക്കളുമായി കലഹങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വാക്കും പ്രവൃത്തികളും വളരെയധികം സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അതുപോലെ തന്നെ ദുർച്ചെലവുകൾ, അനാവശ്യ ചെലവുകളൊക്കെ ധാരാളമായി ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതാണ്. അതൊക്കെ നോക്കിയും കണ്ടും വേണം മുന്നോട്ട് പോകാൻ. ഇഷ്ടദേവതയെ പ്രീതിപ്പെടുത്തുകയും ദേവാലയ ദർശനം നടത്തുകയും ചെയ്യേണ്ടുന്നത് അത്യാവശ്യമാണ്. ലളിതവുമായി പരിഹരിക്കാവുന്ന, അതായത് ശനിദോഷം അല്ലെങ്കിൽ ശനിയുടെ ബുദ്ധിമുട്ടുകളിൽ ലളിതമായി പരിഹരിക്കാവുന്ന പരിഹാരം ഈ വീഡിയോയുടെ അവസാനം പ്രതിപാദിക്കുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ താല്പര്യപ്പെടുന്നു. പ്രിയരെ, ശനിദോഷ പരിഹാരത്തിന് ജാതിമത ഭേദമന്യേ ആർക്കും അനുഷ്ഠിക്കാവുന്ന ഒരു കർമ്മമാണ് നിത്യവും നമ്മുടെ വീട്ടിൽ, ഗൃഹത്തിൽ കാക്കകൾക്ക് രാവിലെ അന്നം കൊടുക്കുക എന്നുള്ള ഒരു സംഗതി. അതുപോലെ തന്നെ നിർധനരായ ആൾക്കാർക്ക് വസ്ത്രം, അന്നം എന്നിവ ദാനം ചെയ്യുക. വിശ്വാസമുള്ളവർക്ക് ശനീശ്വര പൂജ നടത്താവുന്നതാണ്. ശാസ്താക്ഷേത്രത്തിൽ, ശിവക്ഷേത്രത്തിൽ, ഹനുമാൻ ക്ഷേത്രത്തിൽ ഒക്കെ ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ നടത്തി ശനിയാഴ്ച തോറും ദർശനം നടത്തുന്നതും ഉത്തമമായിരിക്കും. പ്രിയരെ, ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, ഹൃദയം നിറഞ്ഞ നന്ദി. പ്രിയരെ, എൻ്റെ പേര് രാംസാഗർ തമ്പുരാൻ. ഞാൻ കേരളാമതി ഓൺലൈൻ പത്രത്തിൽ നിത്യജ്യോതിഷം എഴുതുന്ന വ്യക്തിയാണ്. 28 വർഷങ്ങളായിട്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നു. സംഖ്യാജ്യോതിഷമാണ് കൂടുതലും കൈകാര്യം ചെയ്യുക, ജ്യോതിഷവും കൈകാര്യം ചെയ്യുന്നുണ്ട്. പ്രിയരെ, ഈ യൂട്യൂബ് വീഡിയോകളെക്കുറിച്ചൊന്നും, എൻ്റെ സാങ്കേതികത്വങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് വലിയ അറിവൊന്നും ജ്ഞാനമൊന്നുമില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ചെയ്തിടുന്നു എന്ന് മാത്രം. സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്. എന്നാലും എല്ലാവരിലും എത്തുക, കുറച്ച് പേരിലെങ്കിലും എത്തുക എന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. പ്രിയരെ, നിങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങൾ വേണം. വേറെ ഒന്നിനുമല്ല, ഇത് 4 പേര് അറിയട്ടെ. 4 പേർക്കത് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്രദമാകുന്നെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വലിയ യൂട്യൂബിൽ വീഡിയോ ചെയ്തൊന്നും വലിയ പരിജ്ഞാനമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ റിലേറ്റീവ്സിന്, അറിയപ്പെടുന്നവർക്കൊക്കെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടട്ടെ. ഹൃദയത്തിൻ്റെ ഭാഷയിൽ വീണ്ടും നന്ദി അറിയിക്കുന്നു. രാംസാഗർ തമ്പുരാൻ. നന്ദി, നമസ്കാരം.